ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടു. അതെനിക്ക് തോന്നുന്നു 2-3 മാസം കണ്ടായി അത് ഞാൻ ഇട്ടിട്ട്. പരിപാടി എന്നെ കൊണ്ട് നടക്കണമെന്നും തോന്നുന്നു. കാരണം എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഇടണം, അത്യാവശ്യം നല്ല വീഡിയോസ് ഇടണം. ഓക്കെ, ട്രാവലിംഗ് വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് ഇടാം, പിന്നെ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇടാം, ക്രോഷ്യ ഇടാം. അങ്ങനെ ഞാൻ ചെയ്യണ കാര്യങ്ങൾ, ബുക്ക് റിവ്യൂ, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഒന്നിനും മോട്ടിവേഷൻ വരുന്നില്ല. പിന്നെ എങ്ങാനും ചിലപ്പോൾ എണീക്കുമ്പോൾ മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാലും അത് പകുതിക്ക് നിർത്തും, ഞാനത് ഫുള്ള് എടുക്കണില്ല. പിന്നെ ആ കണ്ടിന്യൂറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം, 48 അവർ എനിക്ക് വർക്കുണ്ട്. അപ്പോൾ അതായത് ഒരു 4 ദിവസം കംപ്ലീറ്റ്ലി പോകും. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാലും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ലൈഫ് ഒന്ന് ഓർഡർ ആക്കണം, കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ചെയ്യണം, നന്നാവണം. അതായത് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എനിക്ക് എന്നോട് തന്നെ ആരാധന തോന്നുന്ന രീതിയിൽ, അതെൻ്റെ മുട്ടിൻ്റെ വെച്ച. അപ്പം എനിക്ക് എന്നോട് തന്നെ ആരാധന തോന്നുന്ന രീതിയിൽ ഞാൻ നന്നാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ ആവശ്യത്തിലധികം കടവും, പിന്നെ അതേപോലെ തന്നെ മടിയും, ആങ്സൈറ്റിയും, ഡിപ്രഷനും, പ്രശ്നങ്ങൾ മൊത്തം കൈയോട്ടിക്കായിട്ടുള്ളൊരു ലൈഫാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെളിച്ചം എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഞാൻ ഫോക്കസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റണത് തന്നെയാണല്ലോ. അപ്പോൾ ആകെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണല്ലോ. അപ്പം ഞാൻ എന്നെ മാത്രം നിങ്ങളുടെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്നെ കൺട്രോൾ ചെയ്ത് എന്നെ നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ഇന്നലെ രാത്രി, മിനിങ്ങാന്ന് രാത്രി, ഇന്നലെ ഉച്ചയ്ക്ക്, മിനിങ്ങാന്ന് ഉച്ചയ്ക്കും, അങ്ങനെയെന്ന് വേണ്ട, എല്ലാ നേരവും എൻ്റെ മനസ്സിൽ ഉള്ളൊരു സംഭവമാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം നന്നാവില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും എടുക്കണം അത്ര എടുക്കട്ടെ, ചെയ്യണം അത്രയും ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഇതങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം പരിപാടി എനിക്ക് അറിയാൻ പാടില്ല, മനസ്സിലായ? അപ്പോൾ ഞാൻ എന്തായാലും എന്നെ തന്നെ ഷൂട്ട് ചെയ്യാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ എന്താണ്, ഓക്കെ ഒരു നല്ല ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് ഓക്കെ ഞാനിവിടെ ചെയ്യണു. അപ്പോൾ ക്യാമറ ഞാൻ ഓൾറെഡി വീടിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് കാണിക്കണു. ഇങ്ങനെയുള്ള പരിപാടികൾ എനിക്ക് അറിയില്ല എന്നല്ല, അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യണത് എങ്ങനെയാണ്, ഈ സംഭവങ്ങളൊക്കെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാനുള്ളൊരു മടി കാരണമാണ് ഞാൻ ഇത്രയും നാളായിട്ടൊന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പം അത് കാരണം അങ്ങനെയുള്ള പരിപാടികൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടം, കുറേ കൂടെ. എനിക്ക് അങ്ങനെയുള്ളത് കാണാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള അസ്തെറ്റിക് ആയിട്ടുള്ളതും കാണാൻ പ്ലീസിങ് ആയിട്ടുള്ളതുമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. മേ ബി വൺ ഡേ കിട്ടുമായിരിക്കും, കിട്ടില്ലായിരിക്കും, എനിക്കിതിനെപ്പറ്റി അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ എടുക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ വാട്ട് എവർ ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ഫോക്കസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ഇൻസൈഡ്, അതായത് ഉള്ളിൽ സന്തോഷമായിട്ടിരിക്കുക, ഞാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതല്ലാതെ ആരെങ്കിലും ഇംപ്രസ് ചെയ്യിക്കാനോ ആരെങ്കിലും കാണിക്കാനോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല. ഐ വോണ്ട് ടു ബി ഹാപ്പി മൈസെൽഫ് ആൻഡ് ആ സാധനം മനസ്സിലായ? ഫോക്കസിങ് ഓൺ മൈസെൽഫ് ഇസ് ദ മെയിൻ തിങ്. അപ്പോൾ ഫോക്കസിങ് ഓൺ ദ മൈസെൽഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ചുറ്റും എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടണം. ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് എമൗണ്ട്. അത് വീട്ടണം. ഐ വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. ഐ വോണ്ട് ടു സെറ്റിൽ മൈ ലൈഫ്. ഇതൊക്കെ ഉണ്ട്. ആൻഡ് ഐ വോണ്ട് ടു ഗെറ്റ് എ ബെറ്റർ ജോബ്. ഐ വോണ്ട് ടു ഏൺ വെൽ. ഐ വോണ്ട് ടു ഡു സംതിങ് ദാറ്റ് മേക്സ് മീ ഹാപ്പി ആൻഡ് അങ്ങനെയൊക്കെ, അതൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് എന്ന് പറയണേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എനിക്ക് മടി പിടിച്ച് എനിക്കറിയില്ല, എനിക്കിത് തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, മനസ്സിലായി? സാധനം എപ്പോഴും വന്ന് പോകും എന്നല്ലാണ്ട് ഐ എം നോട്ട് ഗോയിങ് എനിവേ. കുറേ വീഡിയോസ്, ലിറ്ററലി കുറേ വീഡിയോസ് ഞാൻ എടുത്ത് കൂട്ടിയിട്ട് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു പോസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദെൻ ഐ എം ലൈക്ക് ഓക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് അല്ല, ലൈക്ക് ഐ ഷുഡ് ഡു സംതിങ് ഡിഫറെൻറ്റ്, ദിസ് സീംസ് ലൈക്ക് എവ്രി വൺ എൽസ്. അപ്പോൾ ഞാൻ വീണ്ടും മാറ്റും, വീണ്ടും അതൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യും, വൈ ഐ ഷുഡ് ഫോക്കസ് ലൈക്ക് ദിസ് ഇസ് മീ, സോ ഐ ഷുഡ് ഷോ ഹൗ ഐ ആം റാദർ ദാൻ ഇങ്ങനെയുള്ളൊരു ഇത് എടുക്കണേലും. ഐ ഡോണ്ട് നോ, ലൈക്ക് മനസ്സിലായോ? അപ്പോൾ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷൂട്ട് മൈസെൽഫ് ഫ്രം
ദിസ് മൊമെൻറ്റ് ആൻഡ് ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ചിലപ്പോൾ ഞാൻ എടുക്കും, ചിലപ്പോൾ ഞാൻ എടുക്കില്ല. ഇറ്റ് കുഡ് ബി ലൈക്ക് എന്താണ്, പകുതി എടുത്തിട്ടുള്ളതായിരിക്കാം, മേ ബി ടു മച്ച് ഓഫ് ടോക്കിംഗ് ആയിരിക്കാം. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് ഓക്കെ ഞാൻ ക്യാമറ ഇവിടെ വെച്ചേക്കാണ്, ഓക്കെ ആ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യണം, അങ്ങനെയുള്ളൊരു സാധനം എനിക്ക് വരുന്നില്ല. അപ്പം മേ ബി ഇറ്റ് വിൽ ബി ടു മച്ച് ടോക്കിംഗ്, ഐ ഡോണ്ട് നോ. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ തുടങ്ങാണ്. അപ്പം ഇപ്പം ഞാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നാളെ 2 ദിവസം എനിക്ക് ഓപ്പുണ്ട്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വന്ന് കയറി കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം സോഫയിൽ ഇരുന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി നമ്മൾ റീൽസ് കാണില്ല. അപ്പോൾ അതങ്ങനെ കണ്ട് അപ്പം ഞാൻ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്, ലെറ്റ് ദം തിയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ കുറേ റെക്കമെൻഡ് ചെയ്യണ ഒരു ബുക്കാണ് ലെറ്റ് ദം തിയറി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനെ വായിച്ചിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് ബുക്ക് വായിച്ചു തുടങ്ങിയിട്ടില്ല, ലൈക്ക് ബുക്കിൻ്റെ കണ്ടൻസിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം അതിനകത്ത് പുള്ളിക്കാരിയുടെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു 5321 എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ സാധനം ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്തു. പക്ഷേ 5321 ഞാനൊരു 5-6 തവണ 5321 പറഞ്ഞു എന്ന് മാത്രമല്ലാണ്ട് നടന്നില്ല. പക്ഷേ ഇറ്റ് വർക്ക്സ്. പക്ഷെ അതിനും നമുക്കൊരു താല്പര്യം വേണമല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ എന്തെങ്കിലും മണ്ണാങ്കട്ടെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പം ഇതിനൊക്കെ നേരെ ഉണ്ടോയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് 4 ദിവസം വർക്കുള്ള ദിവസം ലിറ്ററലി ഐ കാൺ ഷൂട്ട് എനിത്തിങ്. കാരണം എന്ത് ചെയ്യാനാണ്, ഞാൻ 12 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ കാര്യമായിട്ടൊന്നും നടക്കാനുള്ള ഉള്ളി തിങ് ഹാപ്പനിങ്, എൻ്റെ ബ്രേക്ക്, ഞാൻ ഫുഡ് കഴിക്കണ ആ സീനാണ്. പിന്നെ ഐ എം വെരി ഷൈ പേഴ്സൺ. ഒരു ഇൻട്രോവേർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ഇനി വല്ലാണ്ട് അങ്ങോട്ട് ആലോചിപ്പിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ടൊക്കെയാണ്. എനിക്ക് നാണാവും ആൾക്കാരുടെ മുമ്പിൽ ഇതൊക്കെ പറയാനും. ആ ഫ്ലോ അങ്ങോട്ട് പോയി. അപ്പം എന്തായാലും ഡ്രസ്സ് മാറാം. ഇവിടെ ഓട്ടമാണ്, അതുകൊണ്ട് എൻ്റെ മൂക്കിൻ്റെ ഓട്ടം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് താഴത്ത് നിന്നിട്ട് ഫുഡും കാര്യങ്ങളും സെറ്റാക്കും. ഇപ്പം തന്നെ കുറേ ലേറ്റായി. എനിക്ക് 3 ദിവസം വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് ഓഫ് കിട്ടിയ കാരണം ഞാൻ കടന്നുറങ്ങായിരുന്നു. എണീറ്റപ്പോൾ 12 മണിയായി.